ഒരു സ്റ്റാർട്ടപ്പ് സ്വന്തം പൈസ കൊണ്ട് ദേ സ്റ്റാർട്ടഡ് ആൻഡ് ഇവൻച്വലി അവർക്കൊരു ഇൻവെസ്റ്ററിനെ വേണ്ടി വന്നു, ഒരു ഇൻവെസ്റ്ററിനെ കൊണ്ടുവന്നു. സോ ഇൻവെസ്റ്റർ വരുന്നു, പുള്ളിയുടെ കൈകടത്തൽ, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ശരിക്കും വരാറുണ്ടോ? ഇൻവെസ്റ്റർ വരുന്ന സമയത്ത് തന്നെ യൂഷ്വലി ഒരു നെഗോഷിയേഷൻ ഹാപ്പൺ ചെയ്യും. ഇൻവെസ്റ്റർ അടുത്ത ടേംസ് ഡിസ്കസ് ചെയ്യും. അതായത് ഇൻവെസ്റ്ററുടെ റോൾസ് എന്താണ്, ഫൗണ്ടറിന്റെ റോൾസ് എന്താണെന്നുള്ളത് പ്രോപ്പർലി ഡിസ്ക്രൈബ്ഡ് ആയിരിക്കും. അതിന് കണക്കായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ഇനീഷ്യലി ഒരു ടേം ഷീറ്റ് ആയിരിക്കും ഉണ്ടാവുക, അതൊരു ബ്ലൂ പ്രിന്റ് പോലെ ഉണ്ടാവുക. ഇത് കഴിഞ്ഞിട്ട് ഒരു ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു SHA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഡെഫിനിറ്റീവ് ഡോക്യുമെന്റ്സ് ആണ് ഇതിനെ പറയുന്നുണ്ടാവുക. അതിൽ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടാവും ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, ഇവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത്. ഇഫ് യു ആസ്ക് മീ വെദർ ദോസ് തിങ്സ് ക്യാൻ ഹാപ്പൺ, അങ്ങനെ ഹാപ്പൺ ചെയ്യാം. കാരണം നിങ്ങളത് പ്രോപ്പർലി എഗ്രിമെന്റ് കാര്യങ്ങൾ ചെയ്തില്ല. കാരണം പല കേസിലും ഞാനും അത് കണ്ടിട്ടുണ്ട്. കാരണം ഫണ്ട് വരുമ്പോൾ ചിലപ്പോൾ ഫൗണ്ടേഴ്സിന് ആ ഫണ്ട് എങ്ങനെയെങ്കിലും വരട്ടെ എന്നുള്ളതായിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവുക. പീപ്പിൾ ഫോർഗെറ്റ് അബൌട്ട് ദി ലീഗൽ പാർട്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് പിന്നീട് ഫ്യൂച്ചറിൽ വന്നേക്കാം. അപർണ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് ഇത് പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്യാത്തത് കൊണ്ടും പ്രോപ്പർലി നെഗോഷിയേറ്റ് ചെയ്ത് ഒരു എഗ്രിമെന്റ് ഫോർമാറ്റിലോട്ടേക്ക് പോകാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ.